കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ നേതൃത്വത്തിൽ തൊളിക്കോട് CDSലെ കുക്കീസ് മഷ്റൂം ഫാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രൊഡ്യൂസർ ഗ്രൂപ്പിൻ്റെ ഒരു അംഗവും തൊളിക്കോട് ചെയർപേഴ്സണുമായിട്ടുള്ള CDS ചെയർപേഴ്സണുമായിട്ടുള്ള ഷംന നവാസിനെ നമുക്ക് പരിചയപ്പെടാം. ചേച്ചി, എന്നാണ് ഈ മഷ്റൂം ഫാം തുടങ്ങണമെന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തുന്നത്? മഷ്റൂം ഫാം തുടങ്ങണമെന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 വർഷത്തോളം ആവും. ഇങ്ങനൊരു ആശയം മനസ്സിൽ വന്നിട്ട്. അപ്പോൾ അത് മിത്രനികേതനിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു കുടുംബശ്രീ പരമായിട്ടുള്ള ഒരു ട്രെയിനിങ്ങൊക്കെ ഒരു ദിവസത്തെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്നേ ഈ മഷ്റൂം ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ നിന്ന് മഷ്റൂം വാങ്ങിക്കൊണ്ട് വന്ന് കഴിച്ചു. അതിന് മുന്നേ ഈ പാടത്തൊക്കെ നമ്മുടെ വസ്തുക്കളിലൊക്കെ ഉണ്ടാകുന്ന മഷ്റൂം ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ എൻ്റെ ഉമ്മച്ചിയൊക്കെ എടുത്ത് തന്നു ശീലിച്ച് അത്യാവശ്യം ടേസ്റ്റൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ എനിക്കിത് വേണം, തുടങ്ങണമെന്നിങ്ങനെ താല്പര്യം. ഇതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ നമ്മളിത് മരപ്പൊടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ മരപ്പൊടിയിൽ നമ്മൾ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെറിലൈസ് ചെയ്താണ് എടുക്കുന്നത്. അല്ലാതെ നമുക്ക് കെമിക്കൽ ചേർത്ത് വെള്ളത്തിലിട്ടിട്ട് 24 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ അങ്ങനെയല്ല, ആവിയിൽ പുഴുങ്ങി അതിൻ്റെ നശീകരണം നടത്തി തികച്ചും ഇത് ജൈവമരമായി തന്നെയാണ് ചെയ്യുന്നത്. കെമിക്കലൊന്നുമില്ല, നല്ല ഫ്രഷ് മഷ്റൂമാണ്. ഞാനൊരു 22-25 ദിവസത്തിനകത്ത് മുട്ടിടും. നമ്മൾ ബെഡിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ ഇട്ടിരിക്കുന്നതിൻ്റെ ആ ലെവൽ മാറും. ഇതിപ്പോൾ നമ്മൾ ബെഡ് ഇട്ടിരിക്കുന്നതാണ്. ആ ഇട്ടിരിക്കുന്നത് ഇപ്പം ഞാൻ കണ്ടില്ലേ, 6-ാം തീയതി ഇട്ട ബെഡാണ്. അപ്പം 1-ാം മാസം 6-ാം തീയതി ഇട്ട ബെഡിൽ കളർ വ്യത്യാസം വന്ന് അത് മൊത്തം വൈറ്റ് ആവും. വൈറ്റായിട്ട് പിന്നെ ഒരു 20-25 ദിവസത്തിനകത്ത് വെച്ച് ഈ നമ്മൾ ഇതിൽ ഹോൾ ഇടുന്നുണ്ടല്ലോ, ഈ ബെഡ് നിറയ്ക്കുമ്പോൾ പ്ലാസ്റ്റിക് ഈ പോളിത്തീൻ കവറ് ഇതൊരു ട്യൂബാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ആ ട്യൂബ് ഇട്ട് 10-15 ദിവസം ആകുമ്പോഴത്തേക്ക് ഏകദേശം ഈ പരുവത്തിലേക്ക് വരും. കളർ മാറി വരും. മാറി വന്നിട്ട് ഫുള്ള് വൈറ്റ് ആവും. വൈറ്റ് ആയി കഴിഞ്ഞിട്ട് ഒരു 25 ദിവസം വരെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ ഹോളിൽ കൂടി മുട്ടകൾ വന്നു തുടങ്ങും. വിത്ത് നല്ല ക്വാളിറ്റിയുള്ള വിത്താണ്. അപ്പോൾ അതിൽ ആ ബെഡ് അനുസരിച്ച് ഇത് ചിപ്പിക്കൂണിൻ്റെ വിത്താണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ലീനാസ് മഷ്റൂമിൽ നിന്നാണ് തരുന്നത്. പക്ഷേ അത്യാവശ്യം മഷ്റൂം നമുക്ക് അല്പം കട്ടിയുള്ള മഷ്റൂമാണ് എടുത്ത് ഉപയോഗിക്കുക. മാംസം കൂടുതലായിട്ടുള്ള ഒരു മഷ്റൂമാണ് ചിപ്പിക്കൂണിൻ്റെ ഐറ്റത്തിലുള്ള ഒരു വെറൈറ്റി വിത്താണ്. കൊള്ളാത്. അപ്പോൾ അത് വെച്ചിട്ട് പ്രൊഡക്ഷൻ കൂടുതലുണ്ടാവും. നമുക്ക് ഒരു ബെഡിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോ എടുപ്പിച്ച് നമുക്കുണ്ടാവും. പിന്നെ അതിനോടൊപ്പം മഷ്റൂമിൻ്റെ പ്രോഡക്റ്റുകൾ ചെയ്യാൻ വേണ്ടി അതിനുള്ളൊരു പ്രോഡക്റ്റുകളെന്ന് പറഞ്ഞാൽ പിന്നെ പ്രോട്ടീൻ പൗഡർ, പിക്കിൾസുകൾ, പിന്നെ ഇതുകൊണ്ടുള്ള പലതരം ഫുഡ് പ്രോസസ്സിങ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പരിശീലനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതും കൂടെ കിട്ടുന്ന അത് ജില്ലാ മിഷൻ സപ്പോർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ പരിശീലനം തരുമ്പോൾ നമുക്ക് ഈ വിപണി കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് പ്രോഡക്റ്റാക്കി മാറ്റാൻ പറ്റും. ഇത് ഫാൻ ആൻഡ് ബെഡ് സിസ്റ്റം എന്ന് പറയും ഇതിനെ. അപ്പോൾ ഈ പാഡ് നമുക്ക് അകത്ത് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ പ്ലംബിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഈ പാഡ് നമ്മുടെ ഇറിഗേഷൻ അതുവഴി ഇതിനകത്ത് വന്ന് ഈ വെള്ളം ഇതിലേക്ക് വരികയും അത് അകത്തേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ളതാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതിലുപരി എപ്പോഴും നല്ല തണുത്ത അന്തരീക്ഷമായിരിക്കും. കൂണിന് എപ്പോഴും തണുപ്പ് വേണമല്ലോ. അപ്പോൾ പിന്നെ ഇതിലെ ചൂട് പിടിച്ച് പുറത്ത് കളയാനുള്ള എക്സസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചൂട് കൂടുതൽ വരാതിരിക്കാനും തണുപ്പ് പുറത്തേക്ക് പോകാതിരിക്കാനുമുള്ള ഒരു ബബ്ലിംഗ് ഷീറ്റാണിത്. ഈ ബബ്ലിംഗ് ഷീറ്റും ഇതിനകത്തുള്ള 4 ലെയർ കോട്ടിങ്ങും കൂടെ ഉണ്ട്. അതിലാണ് ചൂട് ഇതിനകത്ത് ഒട്ടും കയറാത്തില്ല. കുടുംബശ്രീയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, കുടുംബശ്രീ നല്ല സപ്പോർട്ടാണ് ചെയ്യുന്നത്. കുടുംബശ്രീ അംഗങ്ങൾ അവരും ഒക്കെ നല്ല, അത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നത് കുടുംബശ്രീ ശൃംഖല വഴിയാണല്ലോ. അപ്പോൾ കുടുംബശ്രീ അംഗങ്ങളാണ് കൂടുതലും എൻ്റെ കയ്യിൽ നിന്ന് ഈ മഷ്റൂം വാങ്ങുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ജില്ലാ മിഷൻ്റെ സപ്പോർട്ടുണ്ട്. ഈ PMFME ലോണ് തന്നെ നമുക്ക് സെറ്റായിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തതെങ്കിലും ലോൺ 17,000 രൂപ മന്ത്ലി തിരിച്ചടവാണ്. പിന്നെ നമുക്ക് പിന്നെ സപ്പോർട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കാർഷികത്തിനാണ്, അഗ്രികൾച്ചറിലാണ് കറണ്ട് എടുത്തിരിക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ആയിരുന്നപ്പോൾ തന്നെ 10,000 രൂപയ്ക്കകത്ത് നമുക്ക് കറണ്ട് ബില്ല് തന്നെ വരുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്കത് നേരെ പകുതിയായി മാറിയിട്ടുണ്ട്. അഗ്രികൾച്ചറിൻ്റെ അത് താരിഫ് മാറ്റിയപ്പോൾ അങ്ങനെ സ്റ്റാർട്ടിങ് ആയതിനെ കൊണ്ട് കുറച്ച് ഇതാണ് ചെയ്തു വരുമ്പോൾ അറിയാം.
എന്തായാലും നല്ല ലാഭത്തിൽ നമുക്ക് പോകാൻ പറ്റും. കൂടുതൽ ബെഡ് ഇടണം എന്നുള്ളത് 2000 ബെഡും ഇടാൻ വേണ്ടിയാണ് തന്നെയാണ് ലക്ഷ്യം.